നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നത്, തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് ഒരു പഴമൊഴിയുണ്ട്. അതൊരു പഴമൊഴിയല്ല, സത്യസന്ധമായ കാര്യമാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് മനുഷ്യന് അല്ലെങ്കിൽ ഒരു നേതാവിന് സംസാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി, അദ്ദേഹത്തിൻ്റെ മക്കളായ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോടൊപ്പം നിന്ന് അതേ പദവിയും എല്ലാം പങ്കുവയ്ക്കാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രതിപക്ഷ നേതാവിന് സംസാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് കളവാണെന്നാണ് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഈ സഭയിൽ ഒച്ചപ്പാടും അദ്ദേഹത്തിൻ്റെ സംസാരം തടസ്സപ്പെടുത്തിയതും. അദ്ദേഹം പറയുന്നതെല്ലാം വിഡിത്തനമാണെങ്കിൽ എന്തിന് അദ്ദേഹത്തിൻ്റെ സംസാരത്തെ തടയുന്നു? അങ്ങനെ ഒരു ബുക്കേ ഉണ്ടായിട്ടില്ലെന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും ഡിഫൻസ് മിനിസ്റ്ററും പറഞ്ഞത്. അങ്ങനെ ഒരു ബുക്കേ ഇറങ്ങിയിട്ടില്ല. നരവണ എന്ന് പറയുന്ന ഒരു കമാൻഡർ ഓഫീസർ, അദ്ദേഹം ചൈനയുടെ അതിർത്തി കാൽക്കുന്ന സമയത്താണ് അവിടുന്ന് ഒരു അറ്റാക്ക് ഉണ്ടാകുന്നത്. അതായത് അവർ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറുന്നു. അദ്ദേഹം പലതവണ വിളിക്കുന്നു പലരെയും. രാജ്യത്തിൻ്റെ ഡിഫൻസ് മിനിസ്റ്ററെ വിളിക്കുന്നു, അദ്ദേഹവുമായി സംസാരിക്കുന്നു, അദ്ദേഹം പലരുമായി സംസാരിക്കുന്നു, ഒടുക്കം പ്രധാനമന്ത്രിയുമായി സംസാരിക്കുന്നു. അതായത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അദ്ദേഹം വിളിച്ചിട്ട് ഒരു മറുപടിയില്ല, പറയാമെന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകളായിട്ടും അദ്ദേഹത്തിന് മറുപടി ഇല്ലാതെ വന്നപ്പോൾ വീണ്ടും വിളിച്ചപ്പോൾ പറയുന്നത് അദ്ദേഹം വേദികളിൽ പറഞ്ഞതാണ്. അതായത് 2025 ഒക്ടോബർ 11 അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതിനുശേഷമാണ് അദ്ദേഹം പുസ്തകം ഇറക്കാൻ ശ്രമിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഡിഫൻസ് അതിന് അനുമതി നൽകിയില്ല. ആയതിനാൽ ആ പുസ്തകം പുറത്തിറങ്ങില്ല. പക്ഷേ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗുരുതരമാണ്. ഒരിക്കലും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി, അതിന് രാഹുൽ ഗാന്ധി ആയാലും ശരി, മറ്റാരെങ്കിലും ആണെങ്കിലും ശരി, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആയാലും ശരി, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറ്റകൃത്യമാണ്. അതായത് വീഴ്ചയാണ്. അവർ വളരെ നിസ്സാരമായി എടുത്തതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് അവർ നമ്മുടെ മണ്ണിൽ കടന്നു കയറിയത്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പലകുറി പറഞ്ഞു ചൈന ഒരിക്കലും നമ്മുടെ അതിർത്തിയിൽ കയറിയിട്ടില്ല എന്ന്. പക്ഷേ നരവണ പറയുന്നു അവർ കടന്നു കയറി പിടിച്ചടക്കി എന്ന്. അദ്ദേഹം ഒരു കമാൻഡർ ഓഫീസറായിരുന്ന അദ്ദേഹം കളവ് പറയുമോ? അങ്ങനെയാണെങ്കിൽ പല യുദ്ധങ്ങളിലും പലരും പറയുന്നത് കളവായിരുന്നിരിക്കുമല്ലോ. അങ്ങനെയല്ലേ? പലരും പലവട്ടം പലകുറിയും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കളവാണെങ്കിൽ മറ്റു പലരും പറയുന്നത് സത്യസന്ധമല്ലാത്ത കാര്യങ്ങളാണ് പലരും പറയുന്നത്. ഇവിടെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് സംസാര സ്വാതന്ത്ര്യം നിഷേധിച്ചത്. അദ്ദേഹം ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോടൊപ്പം പദവി വഹിക്കാൻ അർഹതയുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വഹിക്കുന്ന അതേ പദവികൾ വഹിക്കാൻ അർഹതപ്പെട്ട മനുഷ്യനാണ്, വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു നേതാവാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന് സംസാര സ്വാതന്ത്ര്യം നിഷേധിച്ചാൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഭയമില്ല എന്നവർ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ എന്തിനാണ് തടയുന്നത്? അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് അന്തസ്സായിട്ട് സത്യസന്ധമായി മറുപടി പറയണ്ടേ? അല്ലേ? ഇവിടെ നോക്കൂ, രാഹുൽ ഗാന്ധി പുറത്തിറങ്ങി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മീഡിയയോട് അദ്ദേഹം പറയുന്നു, അതായത് പ്രതിപക്ഷ നേതാവിന് സഭയ്ക്കകത്ത് സംസാരിക്കാൻ അനുമതിയില്ല, സ്പീക്കർ നിഷേധിച്ചിരിക്കുന്നു. റൂളും കാര്യങ്ങളും പറഞ്ഞാണ് സ്പീക്കർ അദ്ദേഹത്തിൻ്റെ സംസാരം തടസ്സപ്പെടുത്തിയത്. അതുപോലെ അമിത്ഷായും രാജ്നാഥ് സിംഗ് അദ്ദേഹവും മറ്റ് നേതാക്കളും ഈ സംസാരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ആ സംസാരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? അവർ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ്. അതായത് ഒരിക്കലും രാഹുൽ ഗാന്ധി ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് വെളിപ്പെടും. കാരണം അതവർക്ക് ഭരണപക്ഷത്തിന് വളരെ ഒരു ഷെയിമായി മാറും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അവർ അദ്ദേഹത്തെ അനുവദിക്കാതെ ഇരുന്നത്. ആലോചിക്കണം, ഈ സത്യസന്ധമല്ലാത്ത കാര്യമാണെങ്കിൽ അവർ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇദ്ദേഹം
ഇതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയെയും അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവിനെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ആക്ഷേപിച്ചുകൊണ്ടാണ് ഓരോ പക്ഷത്തിരിക്കുന്ന നേതാക്കളും അല്ലെങ്കിൽ മന്ത്രിമാർ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കുത്തി കാണിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇവർ. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇവർ ഭയപ്പെടുന്നു. രാഹുൽ ഗാന്ധി പറയുന്നു പ്രധാനമന്ത്രി ഇന്ന് സഭയിൽ വരില്ല എന്ന്. അപ്പോ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അനുമതി നിഷേധിച്ചു എങ്കിൽ പ്രധാനമന്ത്രി എങ്ങനെ സംസാരിക്കും? മറ്റുള്ള നേതാക്കൾ എങ്ങനെ സംസാരിക്കും? കാരണം ആലോചിക്കണം, രാജ്യത്ത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഇന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയേക്കാൾ ഭൂരിപക്ഷം വോട്ട് വാങ്ങിയാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും വരുന്നത്. ചുമ്മാതല്ല, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനമന്ത്രിയേക്കാൾ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജനങ്ങൾ സമ്മതിദാനാവകാശം നൽകി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. അല്ലാതെ ചുമ്മാതെ കയറി വന്ന ഒരു പ്രതിപക്ഷ നേതാവല്ല അദ്ദേഹം. ഇവിടെ രാഹുൽ ഗാന്ധി ആ പുസ്തകം കാട്ടിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾക്കൊന്ന് കേൾക്കണ്ടേ? യഥാർത്ഥത്തിൽ രാജ്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി അതിനൊരു മറുപടി പറയണം. ആ മറുപടി അദ്ദേഹം പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? രാജ്യത്തിന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? സഭയ്ക്കുള്ളിൽ 2 മന്ത്രിമാർ പറഞ്ഞു. രാജ്യത്തിന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയും പറഞ്ഞു, ഡിഫൻസ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും പറഞ്ഞു ഇത് പുസ്തകം പുറത്തിറങ്ങിയിട്ടില്ല, അതിനൊരു പതിപ്പില്ല എന്ന്. ആ പതിപ്പും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്നലെ മീഡിയയുടെ മുന്നിൽ വന്ന് ഉയർത്തിക്കാട്ടി ഇതാണ് ആ പുസ്തകം, ഈ പുസ്തകത്തിലാണ് സർവ്വതും എഴുതിയിരിക്കുന്നത്, അദ്ദേഹം എന്തിന് കളവ് പറയണം? അതിനോടൊപ്പം ചേർത്ത് വെച്ച ഒക്ടോബർ 11, 2025 ഇതേ കരസേന മേധാവി കമാൻഡർ അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവും ഈ വീഡിയോയിൽ ചേർത്തിരിക്കുന്നു. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടേ, എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവൂ. ഇതിവിടെ ഒരു സാധാരണക്കാരൻ ചോദിക്കുന്ന ചോദ്യങ്ങളല്ല രാഹുൽ ഗാന്ധി ഇന്നലെ സഭയ്ക്കുള്ളിൽ കേട്ടത്. അദ്ദേഹത്തിനെ തടസ്സപ്പെടുത്തിയതിന്റെ കാരണം തന്നെ മറുപടി ഇല്ലാത്തത് കൊണ്ടാണ്. ആ മറുപടിയാണ് രാജ്യത്ത് 140 കോടി ജനങ്ങളും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് കേൾക്കാൻ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. അതിന് സോഷ്യൽ മീഡിയ നോക്കിയാൽ മാത്രം മതി. അതായത് മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു വീഡിയോ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്താൽ നിമിഷ നേരങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ, കോടികളാണ് കാണുന്നത്. ഇന്ന് ആ സ്ഥാനത്ത് വളരെ കുറവാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ വന്നാൽ നിമിഷ നേരം കൊണ്ട് അന്ന് പ്രധാനമന്ത്രി കണ്ടിരുന്ന ആൾക്കാർ, പൊതുജനങ്ങൾ കണ്ടിരുന്നേക്കാൾ കൂടുതൽ ഇരട്ടിക്കിരട്ടി ഇന്ന് അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാൻ രാജ്യത്ത് ജനങ്ങളുണ്ട്, ലോകത്ത് ജനങ്ങളുണ്ട്. ആ വീഡിയോ അങ്ങനെയാണ് ഇന്ന് പ്രചരിക്കുന്നത്. വളരെ വൈറലായ ഒരു വീഡിയോ ആണത്. ആ പുസ്തകം ഉയർത്തിക്കാട്ടി സമൂഹത്തിനോട് അദ്ദേഹം ചോദിക്കുന്നു, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ സത്യസന്ധത ഇല്ലേ? എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത്? ഞങ്ങൾ എന്ത് ചെയ്യണം? ആ വീഡിയോ കണ്ട് നിങ്ങളും വിലയിരുത്തൂ, നമ്മൾ എന്ത് ചെയ്യണം? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയേണ്ട കാര്യങ്ങളാണോ? ഒരു കമാൻഡറിനോട് താങ്കൾ ഉചിതമായ തീരുമാനം എടുത്തോളൂ, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയാൻ? I don't think PM will have the guts to come to the Lok Sabha today. Because if he comes, I'm going to give him this book. So if PM comes, I will go physically and hand him this book so he can read it. And उनको पता लग जाए कि उनकी सच्चाई क्या है, देश को पता लग जाए. ये सरकार कह रही है कि किताब है ही नहीं. Speaker has said that this book does not exist. Government has said this book does not exist. Rajnath Singh ji has said this book does not exist. Every youngster in India should see that this book exists. नारावणे जी की किताब है, इसमें उन्होंने पूरा अकाउंट लिखा है, जो लद्दाख का जो अकाउंट था. और मुझे कहा गया है कि मैं इस बुक को कोट नहीं कर सकता हूँ. They have given it to them. It is still under review. It's been under review for more than a year now. The publishers and the MOD are in constant contact with each other. Ball is in the publishers and the MOD court. But I enjoyed writing the book, for better or for worse, and that's that. जब चीफ ऑफ आर्मी स्टाफ जनरल नारावणे ने राजनाथ सिंह जी को फोन किया और कहा कि देखिए कैलाश रिज पर चाइनीज टैंक्स आ गए हैं, हमारी टेरिटरी है, हमें क्या करना है,
पहले राजनाथ सिंह जी ने उनको रिप्लाई नहीं दिया, उन्होंने जयशंकर जी से पूछा, NSA से पूछा, राजनाथ सिंह जी से पूछा, कोई रिप्लाई नहीं आया। फिर उन्होंने राजनाथ सिंह जी को फोन किया, राजनाथ सिंह जी ने कहा कि मैं टॉप से पूछता हूँ। स्टैंडिंग ऑर्डर था टॉप का कि अगर चाइनीज फोर्सेज अंदर आएंगी तो उन पे बिना हमारे पूछे फायर नहीं करना। नरवणे जी और हमारी जो आर्मी थी, जो सेना थी, वो उन टैंक्स पर फायर करना चाहती थी क्योंकि वो टैंक्स हमारी टेरिटरी में आ गए। नरेंद्र मोदी जी ने मैसेज दिया कि देखिए जो उचित समझो वो करो। मतलब नरेंद्र मोदी जी ने अपनी जिम्मेदारी पूरी नहीं की। उन्होंने आर्मी चीफ से कहा कि देखो भैया आपको जो करना है करो, मेरी बस की नहीं है। नरवणे जी ने साफ लिखा है। आई फेल्ट रियली अलोन, मैं बिल्कुल अकेला था। आई वॉज अबैंडन्ड बाय द एंटायर एस्टैब्लिशमेंट। दिस इज व्हाट दे आर स्केयर्ड ऑफ मी सेइंग। പ്രധാനമന്ത്രിയോ ഒരു ഡിഫൻസ് മിനിസ്റ്ററോ അത്തരത്തിലൊരു വാക്ക് ഒരു കമാൻഡറിന് കൊടുക്കാൻ പാടില്ല. കാരണം പാകിസ്ഥാനിൽ പണ്ട് സംഭവിച്ചത് ഇങ്ങനെയാണ്. അവർ കമാൻഡറിന്, അതായത് അവിടുത്തെ മിനിസ്റ്റർമാർ ഈ വിവരങ്ങൾ അറിഞ്ഞതുപോലുമില്ല. കമാൻഡറിന്റെ ഇഷ്ടത്തിന്, അവരുടെ താല്പര്യത്തിന്, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അവർ യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധത്തിൽ ഇന്ത്യ ജയിച്ചു, നമ്മൾ വിജയം നേടി. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താ? അങ്ങനെ ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് സംഭവിക്കേണ്ടതായിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ കമാൻഡറാണോ രാജ്യത്തിൽ യുദ്ധം നടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്? അങ്ങനെയാണ് പിന്നെ മിനിസ്റ്ററിന്റെ ആവശ്യം എന്താ? അങ്ങനെ ഒരു പദവി ഉള്ള വ്യക്തിയാണോ കമാൻഡർമാർ? മിനിസ്റ്റർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച്, അവർ കൊടുക്കുന്ന നിർദ്ദേശത്തിന് അനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാം. അവിടെ അനുമതിക്ക് ശേഷം പിന്നെ സംഭവിക്കുന്നതെല്ലാം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. തോൽക്കുന്നതും ജയിക്കുന്നതും അദ്ദേഹത്തിന്റെ കഴിവ് പോലെ ഇരിക്കും. ഇവിടെ നമ്മുടെ രാജ്യം, നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഡിഫൻസ് മിനിസ്റ്ററും പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. അദ്ദേഹത്തിനെ ഈ കാര്യം ഏൽപ്പിച്ചിട്ട് അവർ തടി തപ്പി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അവർ തലയൂരി എല്ലാം കമാൻഡർ അദ്ദേഹത്തിന്റെ ഒരു ഓഫീസറുടെ തലയിൽ വെച്ച് കെട്ടുന്നു. നമ്മുടെ രാജ്യം 140 കോടി ജനങ്ങൾ വസിക്കുന്ന ഒരു രാജ്യത്തിന്റെ സ്ഥിതിയാണിത്. ഈ സ്ഥാനത്താണ് രാഹുൽ ഗാന്ധിക്ക് രാജ്യസ്നേഹമില്ല എന്ന് കോടതി പോലും ഒരു തവണ അദ്ദേഹത്തെ ശാസിച്ചത്. ഇവിടെ പലകുറി അദ്ദേഹത്തെ നിങ്ങൾ രാജ്യസ്നേഹി അല്ല എന്ന് പറഞ്ഞ് പലകുറി അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം പറയേണ്ടതായിട്ട് വരുന്നത്, നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ ഉണ്ണി ബാലകൃഷ്ണൻ ചെയ്ത ഒരു വീഡിയോ, അത് ഇതിനെക്കുറിച്ചാണ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞല്ലോ, അദ്ദേഹം എന്തോ ഒരു ഭ്രാന്ത് പിടിച്ചാണ്. അദ്ദേഹത്തിന് ശ്വാസം വിടാൻ പോലും സമയമെടുക്കാത്ത രീതിയിലാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത്. ഒരു വല്ലാത്ത വിവരണമാണത്. അതായത് അത്രയും സ്പീഡിൽ, അത്രയും സ്പിരിറ്റോട് കൂടി, ഒരു ശ്വാസം പുറത്തു വിടാതെ ഒരു ഒറ്റ ശ്വാസത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യന്, ഒരു സാധാരണക്കാരനായ നമുക്ക് അത് കണ്ടുകൊണ്ട് ഇരിക്കേണ്ടി വന്നു പോകും. കാരണം രാജ്യസ്നേഹമുള്ള ഓരോ മനുഷ്യനും കേട്ടിരിക്കേണ്ട കാര്യമാണ്, ഓരോ ഇന്ത്യക്കാരനും കേട്ടിരിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും നമ്മുടെ രാജ്യത്ത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. യുദ്ധം നമുക്ക് ആവശ്യമില്ല. ഒരു കാരണവശാലും യുദ്ധം നമുക്ക് വേണ്ട. കാരണം യുദ്ധം തുടങ്ങിയാൽ, അല്ലെങ്കിൽ യുദ്ധം സംഭവിച്ചാൽ അത് രണ്ടു കൂട്ടർക്കും ബാധകമാണ്. രണ്ടു കൂട്ടർക്കും നഷ്ടങ്ങൾ സംഭവിക്കും. നമുക്കും പാവങ്ങളായ കുറെ ആൾക്കാർ പോവും, അവർക്കും അങ്ങനെ സംഭവിക്കും. അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ വളരെ ശക്തിയുക്തം, വളരെ ധൈര്യത്തോടു കൂടി നിങ്ങൾ നേരിടൂ എന്ന് പറയാനുള്ള ഒരു ആർജവം വേണം. അതിനോടൊപ്പം നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ, ഇതെല്ലാം വളരെ ഗുരുതരമാണ്. അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിഷയം എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇന്നലെ ലോക്സഭയുടെ ശ്രദ്ധയിൽ ഒരു പുസ്തകത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയുണ്ടായി. ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവിയായിട്ടുള്ള ജനറൽ MM നരവണെയാണ്. ആ പുസ്തകത്തിന്റെ പേര് 4 Stars of Destiny എന്നാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് കേട്ടോ. ആ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം ശക്തമായൊരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. 2019 മുതൽ 2022 വരെ ഇന്ത്യയുടെ കരസേനാ മേധാവിയായിരുന്നു നരവണെ. 2020 ഇന്ത്യയും ചൈനയുമായി ഒരു ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട്. അത് ഗാൽവൻ എന്ന പ്രദേശത്താണ്.
ആ ഏറ്റുമുട്ടലിൽ 20ഓളം ഇന്ത്യൻ സൈനികരാണ് കേട്ടോ വീരമൃത്യു വരിച്ചത്. അത് സംബന്ധിച്ചുള്ള ചില വീഴ്ചകളാണ് നരവണെ ഈ പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. ആ പുസ്തകത്തിലെ ചില പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം ദ കാരവൻ എന്ന് പറയുന്ന മാഗസിൻ പുറത്തുവിട്ടു. ആ പരാമർശങ്ങളാണ് ലോക്സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഇന്നലെ രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. പക്ഷേ അതിനെതിരെ ശക്തമായ എതിർപ്പായിരുന്നു ഭരണപക്ഷത്തു നിന്നുണ്ടായത്. ആദ്യം തന്നെ എതിർപ്പുമായി രംഗത്ത് വന്നത് ഊഹിക്കാവുന്നത് പോലെ, പ്രതീക്ഷിക്കാവുന്നത് പോലെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് തന്നെയായിരുന്നു. അദ്ദേഹം ഒരു ക്രമപ്രശ്നമാണ് ഉന്നയിച്ചത്. നോക്കൂ, നിങ്ങൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഈ പറയുന്ന പരാമർശങ്ങൾ ഏത് പുസ്തകത്തിലാണ് വന്നിട്ടുള്ളത്? ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? പ്രസിദ്ധീകരിക്കാത്ത പുസ്തകമാണ് എങ്കിൽ അതിലെ പരാമർശങ്ങൾ സഭയിൽ പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല, അതിന് ആധികാരികതയില്ല എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് അതിനെ ശരിവെക്കുന്ന റൂളിംഗ് ആണ് സ്പീക്കർ നടത്തുകയും ചെയ്തത്. ശരിയാണെന്നേ, ഈ പുസ്തകം വെളിച്ചം കണ്ടിട്ടില്ല, ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിന്റെ കാരണക്കാരാണ്? ഈ കേന്ദ്ര സർക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2019 മുതൽ 2022 വരെ ഇന്ത്യയുടെ കരസേനാ മേധാവിയായിരുന്നു ജനറൽ MM നരവണെ. കരസേനാ മേധാവിയായാലും കരസേനയിൽ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസർമാരായാലും അവരെന്തെങ്കിലും എഴുതുകയാണെങ്കിൽ അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി നേടണം. കാരണം എന്താ? ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ആർക്കും അവകാശമില്ല. അത് പ്രതിരോധ മന്ത്രാലയം പരിശോധിച്ച് അനുമതി നൽകിയാൽ മാത്രമേ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിയുള്ളൂ. അന്താരാഷ്ട്ര പുസ്തക പ്രകാശന രംഗത്തെ, പ്രസാധന രംഗത്തെ അധികാരായിട്ടുള്ള പെൻഗ്വിൻ ബുക്സ് ആണ് കേട്ടോ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് രംഗത്ത് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രീ ബുക്കിംഗ് ഓർഡർ വരെ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു.